ഹലോ ഗൈസ്. ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായി കേട്ടോ. മഴയുള്ളപ്പോൾ പുതച്ചു മൂടി കിടന്നുറങ്ങുന്നത് മലയാളിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്കും അതൊക്കെ ഭയങ്കര താല്പര്യമാണ്. വീട്ടിൽ തമ്പുരു നല്ല ഉറക്കത്തിലാണ്. എന്നാലും അമ്മ ദൈ വിളിച്ചേൽപ്പിക്കുന്നുണ്ട് ആളെ. 7 മണിക്ക് മുന്നേ ഞങ്ങളെ ഏറ്റോണം. അത് പണ്ട് തൊട്ടേ അമ്മ അങ്ങനെയാ കേട്ടോ. പക്ഷേ അത് നല്ലൊരു ശീലമാണ് കേട്ടോ. അങ്ങനെ വന്നതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ രാവിലെ ഏൽക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്ന് രാവിലെ നമുക്ക് കുറേ പരിപാടിയുണ്ട്. നമുക്കിന്ന് യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ തമ്പുരു ദേ രാവിലെ കുളിച്ച് റെഡിയായി നിൽപ്പുണ്ട്. അവൾ മേക്കപ്പ് ഒക്കെ ഇടാനുള്ള പരിപാടിയിലാണ്. ഉടുപ്പിട്ട് കഴിഞ്ഞാൽ ഉടുപ്പിന് ചേരുന്ന വള നോക്കിയെടുക്കുക, മാല നോക്കിയെടുക്കുക, അതിനുശേഷം മേക്കപ്പ് ഇടുക. ഇതൊക്കെ ആളുടെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അമ്മ എടുക്കുന്ന സാധനങ്ങളൊന്നും തമ്പുരുവിന് അത്ര വേഗം ഇഷ്ടപ്പെടത്തില്ല. കാരണം അവൾക്ക് അവളുടേതായ ചില തീരുമാനങ്ങളുണ്ട്. കുഞ്ഞാവയ്ക്ക് തന്നെ നോക്കിയെടുത്ത് 2 വള കിട്ടി കേട്ടോ. ആ വള കയ്യിലിടാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ആൾ പോയി പ്ലാസ്റ്റിക് കൂടെ എടുത്തോണ്ട് തന്നെത്താനെ വള കയ്യിലിട്ടു. അത് കഴിഞ്ഞ് നേരെ ചെന്നത് ചേച്ചിയുടെ അടുത്തേക്കാണ്. പൗഡർ ഇടാനും പൊട്ട് കുത്താനും മുടി ചീവാനൊക്കെ ആയിട്ട്. പൗഡറിലും മുഖത്ത് വരകൾ നടത്തലൊക്കെ ചേച്ചിയുടെ കലാപരിപാടിയാണ് കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ ചേച്ചിയായിട്ട് വഴക്കിടുമ്പോൾ അവൾ നമ്മുടെ അടുത്തേക്കും വരാറുണ്ട്. ഇന്നെന്തായാലും ചേച്ചി തന്നെയാണ് പൗഡറൊക്കെ ഇടുന്നത്. വീട്ടിലെ മേക്കപ്പ് മാൻ ചേച്ചിയാട്ടോ. ചേച്ചി നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ആളെ സുന്ദരിയാക്കി എടുത്തോളും. കുഞ്ഞാവ് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി മുടി ചീവാൻ നോക്കിയപ്പോൾ കുഞ്ഞാക്ക് വേദനപ്പോൾ അവൾ നമ്മുടെ അടുത്ത് വന്നു. എൻ്റെ വാട്ട ചീപ്പ് എടുത്തുകൊണ്ട് ഇട്ടാൽ എനിക്ക് മുടിയൊന്ന് ചീവി തരുമോ. നമ്മുടെ ചീപ്പ് വെച്ച് നന്നായിട്ടൊന്ന് തലയൊക്കെ ചീവി കഴിഞ്ഞാൽ ചേച്ചിയുടെ ചീപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ തോത്ത് വിട്ടു. വട്ടച്ചീപ്പ് വെച്ച് ജീവിതത്തിൽ തന്നെ ഇരിക്കുമ്പോൾ മുട്ട പരത്തിയ പോലെ ഇരിക്കത്തില്ലേ. അങ്ങനെ ഇരുന്ന സമയത്താണ് ചേച്ചി ഐലൈനറായിട്ട് വരുന്നത്. തമ്പുരുവിന് പൊട്ട് കുത്തണം. തമ്പുരുവിന് പൊട്ട് കുത്തുന്ന വലിയൊരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. ഏതെങ്കിലും സൈഡിലേക്ക് ഇച്ചിരി മാറിയിരുന്ന അവൾ അന്നേരം തന്നെ അതിൻ്റെ കുറ്റം കണ്ടുപിടിക്കും. എങ്ങനെ ഇരുന്നാലും അവൾ പൊട്ടെടുത്ത് കുത്താൻ നേരത്തെ എൻ്റെ അടുത്തേക്ക് ഓടി വരികയും ചെയ്യും. ഞാനൊരു പൊട്ടും കുത്തി കൊടുത്തൊരു കുഞ്ഞു മറുക് കിട്ടും. ജസ്റ്റ് വാലും ഒന്ന് എഴുതി കിട്ടും. ആൾ സുന്ദരിയായി കേട്ടോ. എന്നായാലും കുഞ്ഞാവയ്ക്ക് ചേച്ചി ചെയ്യുന്ന അത്രയൊന്നും വരത്തില്ല. എങ്കിലും നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പൊട്ടൊക്കെ കുത്തി അങ്ങ് പോന്നു. ഇനി നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്. മഴ കഴിഞ്ഞ് തെളിഞ്ഞ വെയിലാട്ടോ. രാത്രിക്കത്തേന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. തമ്പുരു മുറ്റത്തുനിന്ന് പതിയെ അങ്ങോട്ട് കയറി. നിങ്ങൾക്കിപ്പോൾ കാണുന്ന ഈ പൈപ്പൊക്കെ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ആട്ടോ. നമുക്ക് 2 കണക്ഷനുണ്ട്. ഇതുകൊണ്ട് നമുക്ക് മഴക്കാലത്ത് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. ടാങ്കിൽ നിറച്ചിടും. പിന്നെ നമ്മൾ നടന്നു പോകുന്ന വഴി പാറയുണ്ട് കേട്ടോ. പാറയിൽ കൂടി സൂക്ഷിച്ച് മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ തെന്നി വീഴുന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. തമ്പുരു നല്ല കെയർഫുൾ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ ചെറിയൊരു പാട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ഇറക്കമുണ്ട്. പോയ വഴിക്ക് അവൾ എന്തോ വഴി കണ്ടിട്ടുണ്ട്. അതിനൊന്ന് നോക്കിയിട്ടാണ് ആൾ പോയിരിക്കുന്നത്. അതൊരു അട്ടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ദേ മേളിലേക്ക് എത്തി. മേളിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കൊച്ചു ബൈക്ക് അതിലെ ഞാൻ കിടന്നു പോയി കേട്ടോ. തമ്പുരുവിന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എന്തായാലും ആൾക്ക് നമ്മുടെ കൂടെ പുറത്ത് പോകണ ഇഷ്ടമായതുകൊണ്ട് ഇതിലേ വേണമെങ്കിൽ പോകുന്നുള്ളൂ. ചേച്ചി പുറകെ നടന്നു വരുന്നതേ ഉള്ളൂ. നമ്മൾ ഹെൽമെറ്റ് വാങ്ങാനായിട്ട് അമ്മാവൻ്റെ പിള്ളേർ വരാൻ പറഞ്ഞായിരുന്നു. ഇത് നന്ദു, തമ്പുരുവിൻ്റെ കുഞ്ഞി കളിക്കൂട്ടുകാരാണ്, കുഞ്ഞി ചേച്ചിയാണ്. ഞങ്ങൾ വലിയ ആൾക്കാരെ മാത്രം കണ്ടു വളർന്ന തമ്പുരുവിൻ്റെ നന്ദുവിനെ കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. അവരെ കൊച്ചു സംസാരമൊക്കെ കേട്ട് നിന്ന് കഴിഞ്ഞ് നമ്മൾ പതിയെ വണ്ടി എടുത്തു. വണ്ടി നേരെ പുറപ്പെടാൻ നിന്ന് അപ്പ പണിയുന്ന വീട്ടിലേക്കാട്ടോ. കാരണം നമ്മൾ സാധനം മേടിക്കാൻ പോകുന്ന കാര്യം അപ്പയോട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല. ഇന്നൊരു സർപ്രൈസായിട്ട് അപ്പയോട് പറയുകയും വേണം. നമ്മൾ ഇറങ്ങി പോകുന്ന വഴി ഇച്ചിരി കോൺക്രീറ്റും ടാറൂടി മിക്സ്ഡാണ്. അതുകൊണ്ട് തന്നെ നന്നായി കെയർ ചെയ്ത് പോയില്ലെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയും പെരക്കെയാട്ടോ പോകുന്നത്. ഓണൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ നമ്മളിത് ചെയ്യുന്നു. അപ്പ പണിയുന്ന വീട്ടിലേക്ക് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മൾ റെൻറ്റിന് താമസിച്ച വീട്ടിലെ ആ ഓണറുടെ വീട്ടിലാട്ടോ പണി. അവിടെ ചെന്ന സമയത്ത് തന്നെ അവിടുത്തെ ആ മമ്മി പുറത്തുണ്ട്. മമ്മിക്ക് പിന്നെ വീഡിയോ വരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ മമ്മിയെ വീഡിയോ എടുത്തില്ല. മമ്മിയുടെ പൂച്ചക്കുട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മളെ നോക്കി ഒന്ന് കരഞ്ഞു. നമ്മൾ പതിയെ അകത്തേക്ക് കയറി. അകത്ത് കയറി ചെന്ന് തമ്പുരു അപ്പയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മേളിൽ ജനലിൻ്റെ പരിപാടി കേട്ടോ. മഴക്കാലമായാൽ പിന്നെ പെയിൻറ്റിങ്ങുകാർക്ക്, കല്ലുപണിക്കാർക്ക്, മരം വെട്ടുകാർക്കൊക്കെ പണിയില്ലല്ലോ. നമ്മുടെ അപ്പയ്ക്ക് പെയിൻറ്റിങ്ങാണ് പണി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെയിൻറ്റിങ് ഒരു 5-6 ദിവസമായിട്ട് കുറവായിരുന്നു. ഇന്നിപ്പോൾ കിട്ടിയൊരു പണിയിൽ അപ്പം അങ്ങോട്ട് പോയി. വേറെ പണിക്കാരാരില്ല. സാധാരണ നമ്മുടെ സൈറ്റിൽ 2 ഏട്ടന്മാരുള്ള കേട്ടോ. ഇന്ന് അവരെ 2 പേരെയും വിളിച്ചിരുന്ന അപ്പയ്ക്കുള്ള ചെറിയൊരു പണി ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചവരെ കാണത്തുള്ളൂ. അപ്പം എവിടെ പണിതുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ചെന്നത്. അപ്പയുടെ തമ്പുരു കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെ പോകുന്നെന്ന് അപ്പം ചോദിക്കുന്നൊക്കെയുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അപ്പയും കൂടി ഉൾപ്പെടുത്തിയെടുക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അപ്പയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മയ്ക്കും അതുപോലെ തന്നെ. ഞങ്ങൾ അവിടുന്ന് പയ്യെ ഇറങ്ങി. തമ്പുരു ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ചുറ്റുമൊക്കെ നോക്കിയത്. ആ സമയത്ത് അവിടെ ഇരുന്ന മീൻ തീറ്റ ഇച്ചിരി എടുത്ത് നമ്മൾ അവിടുത്തെ കുളത്തിൽ ഇട്ട് കൊടുത്തു. മമ്മിയുടെ കുളം കേട്ടോ. നല്ല മീനുകളുള്ള കുളമാണ്. സിലോപ്പിയ കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരെണ്ണം ചത്തൊക്കെ പോയായിരുന്നു. എങ്കിലും മമ്മി അതിന് ബാക്കിയുള്ളവർക്ക് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. ഇവർ വെജിറ്റേറിയനാണ് കേട്ടോ. ഈ പറഞ്ഞ മീൻ തീറ്റയും അതുപോലെ ചേമ്പിലൊക്കെ മാത്രമേ കഴിക്കുകയുള്ളൂ. നമ്മൾ ചുറ്റും ഇങ്ങനെ നോക്കിയ സമയത്ത് പയ്യെ കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട്.
മഴ പെയ്യാനായിട്ട് കാറ്റൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? ഇത് നമുക്കുള്ള പണിയാണല്ലോ എന്ന് കരുതി നമ്മൾ നിൽക്കുകയാണ്. ഇഷ്ടംപോലെ വണ്ടിയുണ്ട് കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മുറ്റത്ത് ഇഷ്ടംപോലെ വണ്ടിയുണ്ട് പാർക്ക് ചെയ്യും. കാരണം അപ്പുറത്ത് പോകുന്ന വഴിക്ക് ഒരു കലുങ്ക് പണിയുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന വീട്ടിലേക്കുള്ള വണ്ടികളൊക്കെ തന്നെ ഇവിടെയാണ് കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. വലിയ മുറ്റമൊക്കെ ഉള്ള വീടാട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അപ്പ പറഞ്ഞു, എന്നാൽ ഞാൻ പോയി ചോറിട്ട് വരാം, നിങ്ങളിവിടെ നിൽക്കുക, 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരാൻ കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങ് പോയി. മഴ ചാറി തുടങ്ങിയിട്ട് കോട്ടൊക്കെ ഇട്ടാൽ അപ്പോൾ പോയത്. അപ്പോൾ പോയിട്ട് അപ്പോൾ പറഞ്ഞ ടൈമിൽ തന്നെ വന്നു. നമ്മൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ചേച്ചിയുടെയും എൻ്റെയും നടുക്കാട്ടോ തമ്പുരു ഇരുന്നത്. തമ്പുരു എന്തൊക്കെയോ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ നോക്കുന്നുണ്ട്. യാത്രയിൽ ഇങ്ങനെ ഉടനീളം അവളിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരു പ്രത്യേക കൗതുകമാട്ടോ വാവയും കൊണ്ട് പോകുന്നത്. കാരണം വഴിയിലെ യാത്രയ്ക്കൊപ്പം തന്നെ കാണുന്ന ആൾക്കാർക്കൊക്കെ വലിയ ക്യൂരിയോസിറ്റിയാണ്. ഇവൾ ഞങ്ങളുടെ കുഞ്ഞാണോ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ട്, പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ കുഞ്ഞ് അനിയത്തിയാണെന്ന് ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കിടന്നു പോരും. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. മുന്നോട്ട് പോകുന്തോറും പല പല കാഴ്ചകൾ കണ്ടുപോവാണ്. പെട്ടെന്നാട്ടോ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴക്കാറ് കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ മഴ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഇങ്ങനെ കടയിലെത്തണം. നമ്മളങ്ങനെ ദേ പിറവത്തേക്ക് ചെന്ന് ചാടി കേട്ടോ. പിറവത്ത് നമ്മൾ പോകുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ കാണാം. നമ്മൾ തമ്പുരുവിന് പനി വന്നാലും എനിക്ക് പനി വന്നാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഓരോ വഴി മുന്നോട്ട് നീങ്ങുമ്പോഴും തമ്പുരു കാര്യങ്ങൾ മേടിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ പോകുമ്പോഴത്തേക്കും ആകാശം നന്നായിട്ട് ഇരുണ്ടിരുന്നുണ്ട്. ഈ മഴ നമ്മൾ കടയിൽ എത്തുന്നതിന് മുന്നേ പെയ്യുമോ എന്ന് ചേച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ശരി, നമ്മളങ്ങ് മുന്നോട്ട് പോകണം. നമ്മൾ പിറവമ്പുഴയുടെ ഒരു സൈഡിൽ കൂടെ പയ്യെ കടന്നു പോകുന്ന വീഡിയോ ആയിട്ടോ കാണുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ വേഗം വെള്ളം കയറുന്ന കേട്ടോ. പക്ഷേ കരയിലേക്കൊന്നും വേഗം കയറി വരത്തില്ല. നമ്മളങ്ങനെ കറങ്ങി അടിച്ചത് നമ്മൾ സാധനം മേടിക്കണം കടയുടെ അടുത്ത്. ഈ സിറ്റി ബസാറാണ്. സാധനം ഒരുപാട് മേടിക്കാനുള്ളപ്പം, അതായത് ഡ്രസ്സ് മേടിക്കാനോ അല്ലെങ്കിൽ ബുക്കുകൾ എടുക്കാനോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അങ്ങോട്ടേക്ക് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ സാധനവും ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആ കടയിലുള്ളത് കൊണ്ട് നമ്മൾ അവിടെയാണ് ചെല്ലുന്നത്. ചെന്ന് കയറിയതേ തമ്പുരു കണ്ടത് പിള്ളേരുടെ യൂണിഫോം സെറ്റുകളും അതുപോലെ തന്നെ ചുറ്റുപാത്രങ്ങളും അവരൊക്കെ ഒരുപാട് അങ്ങനെ സ്കൂൾ റിലേറ്റഡായ ഐറ്റംസ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. തമ്പുരുവിന് ഇതൊക്കെ കാണുന്നത് ഭയങ്കര കൗതുകം കേട്ടോ. അവൾ ഏതെങ്കിലും ഒരെണ്ണത്തെ പോയി പിടിക്കും, പിന്നെ അതിൽ നിന്ന് മാറി അടുത്തേക്ക് പോയി പിടിക്കും, അങ്ങനെ അങ്ങനെ കറങ്ങി നടക്കുകയാണ്. ബാസ്ക്കറ്റ് വേഗം ചേച്ചിയുടെ കയ്യിൽ നിന്ന് അവൾ തട്ടിപ്പറിച്ചു. ഇത് എനിക്കുള്ള സാധനങ്ങളാണ്, ഞാൻ പിടിച്ചോളാമെന്ന് പറഞ്ഞിട്ട്. കടയിലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളൂരിൽ നിന്നുള്ള ചേട്ടനും മക്കളുമാണ് ആ സൈഡിൽ നിന്നത്. അങ്ങനെ നിന്ന സമയത്ത് തമ്പുരു പോയി കുപ്പി ഒരെണ്ണം കണ്ടുപിടിച്ചു. 2 കൊമ്പുള്ള ഒരു കുപ്പി. വളരെ ഭംഗിയുള്ള കുപ്പിയാണ്. പക്ഷേ അത് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾ ആ കൊമ്പ് അവൾ പറിച്ച് കയ്യിലെടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മളത് മാറ്റി വെപ്പിച്ചു. കുഞ്ഞാവെ അടുത്ത കുപ്പിയിലേക്ക് പോയി പിടിക്കുന്നുണ്ട്. ചേച്ചിയെ വീണ്ടും വീണ്ടും ചൂണ്ടി കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൊമ്പൊക്കെ കണ്ട ആൾക്ക് ഭയങ്കര കൗതുകം കേട്ടോ. ഞങ്ങൾക്കും കൗതുകം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അത് കാണാൻ. പക്ഷേ അത് റബ്ബറിൻ്റെ പോലെ ആയതുകൊണ്ട് തമ്പുരു പറിച്ചെടുക്കുന്ന ഒരു സംശയമില്ല. നമ്മൾ അവിടുന്ന് പതിയെ പതിയെ മൂവ് ചെയ്ത് വേറെ ബാറ്ററി ബോട്ടിലിൻ്റെ അടുത്ത് ചെന്നു. പിങ്ക് കളറിനോട് വലിയ താല്പര്യം തമ്പുരുവിനില്ല കേട്ടോ. ചേച്ചിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി അതെടുത്ത് നോക്കിയതും തമ്പുരു അത് മാറ്റി വെപ്പിച്ചു. അവളതേ നീല എടുപ്പിച്ചു. അവൾക്ക് നീല കളറാണ് ഇഷ്ടം. നീല ബാസ്ക്കറ്റ് അത് തന്നെ നോക്കിയെടുത്ത കേട്ടോ. അപ്പോൾ കുപ്പിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് സെയിൽസിൻ്റെ ഒരു ചേച്ചി നമ്മുടെ കൂടെ കൂടി കേട്ടോ. സാധനങ്ങൾ എടുത്തു തരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ചേച്ചി ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയ്ക്കകത്ത്. അങ്ങനെ സമയത്ത് ചേച്ചി ഒരു കിറ്റ് കണ്ടുപിടിച്ചു. അപ്സരയുടെ പെൻസിലും സ്കെയിലും റബ്ബറും കട്ടറും എല്ലാം കൂടി ചേർത്തിട്ടുള്ള. പലതും സെപ്പറേറ്റ് മേടിക്കുന്ന റേറ്റ് വെച്ച് നോക്കിയപ്പോൾ അതാണ് നമുക്ക് ലാഭം. നമ്മൾ ഈ സാധാരണക്കാർ എന്തെടുത്താലും വില നോക്കില്ല. ഞങ്ങളും അങ്ങനെ കേട്ടോ. എടുത്ത സാധനത്തിന് അന്നേരം വിലയൊക്കെ നോക്കിയാണ് പോയത്. നമ്മളങ്ങനെ ടിഫിൻ ബോക്സ് നോക്കി വന്നു. നമുക്ക് സെയിൽസിന് വേണ്ടി കൂടി ചേച്ചിയായിട്ട് തൊട്ടപ്പുറത്ത് തന്നെ. ചേച്ചി നമ്മൾ സമയം കളയുന്നത് കണ്ട് ചേച്ചി തൊട്ടപ്പുറത്തെ കസ്റ്റമറിന് സാധനം എടുത്ത് കൊടുക്കുന്ന തിരക്കിലായി. അങ്ങനെ കുഞ്ഞാവയ്ക്ക് ഇഷ്ടപ്പെട്ട ഓരോ പാത്രങ്ങളെടുത്ത് നമ്മൾ തുറന്നു നോക്കി. ഓരോന്നും തുറന്നു നോക്കുമ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ടോ ഗൈസ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ചിലതിൻ്റെ അകത്ത് സ്പൂണുണ്ട്, ചെറിയ കറിപ്പാത്രമുണ്ട്, ചിലതിൻ്റെ അകത്ത് 2-3 കള്ളികളുണ്ട്. പലതിൻ്റെയും ഭംഗി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതാണ് ഭംഗിയുള്ളത് അതോ അപ്പുറത്തിരിക്കണ ഭംഗിയുള്ളത്, നമുക്ക് ഭയങ്കര ഡൗട്ട് തോന്നും. എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. ഏതെടുത്താലും തമ്പുരുവിനെ കാണിക്കണം. അവൾ നോക്കിയതിന് ശേഷം മാത്രമേ അവൾക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവൾ സെലക്ട് ചെയ്യത്തുള്ളൂ. ഞാനിങ്ങനെ ഓരോന്ന് തുറന്ന് നോക്കി. അപ്പോൾ ആ ചേച്ചി അപ്പുറത്തെ വാവയ്ക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. തമ്പുരു കാണിക്കുന്നതൊക്കെ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഒപ്പം ഞാൻ തമ്പുരുവിൻ്റെ സംസാരത്തിനൊപ്പം ആൻസർ പറയുന്നതും കേട്ട് ക്യൂരിയോസിറ്റിയോടെ എല്ലാവരും ശ്രദ്ധിക്കുന്നുമുണ്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ്. ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ എടുത്ത പാത്രം നോക്കി. ഒരു ഡിസൈനും ഇല്ലാത്തൊരു പാത്രം. തമ്പുരും അത് ഇഷ്ടപ്പെട്ടു, അതെടുത്തോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്നും നോക്കില്ല, അതെടുത്തു. പിന്നെ ചോറ് കൊണ്ടുള്ള പാത്രങ്ങൾ നോക്കി നമ്മൾ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ചൂടാറാത്ത ചോറ് എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഇച്ചിരി ചൂടോടെ കഴിക്കാൻ പാകത്തിനുള്ളൊരു പാത്രം എടുത്തു തന്നു. അങ്ങനെ ആ പാത്രം 2-3 എണ്ണം കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഡൗട്ടായി ഇതിൽ ഏത് കളർ എടുക്കണം. തമ്പുരിന് ഇഷ്ടപ്പെട്ട നീല ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ നീല പാത്രത്തിൽ തന്നെ നോക്കി.
അവിടെ നമ്മൾ നേരെ വന്ന് അവിടുത്തെ ചെരുപ്പുകളുടെ സെക്ഷനിലേക്കാട്ടോ. ചെരുപ്പുകളൊക്കെ നോക്കാൻ പാകത്തിന് തമ്പുരു ഷൂസ് ഒരെണ്ണം ഇട്ട് നോക്കി. സാധാരണഗതിക്ക് ഈ സ്കൂൾ ഷൂസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി വലുതെടുത്ത് സോക്സ് കൂടി ഇട്ട് മുറുക്കി വെക്കുന്നതുകൊണ്ട് ഇച്ചിരി കൂടി വലുത് വേണം. ഇച്ചിരി വലുതായിരുന്നുകൊണ്ട് തമ്പുരുവിനെ നടത്തുന്നതിന് ഇച്ചിരി വല്ലായികയിലായിരുന്നു. അവിടെ നമ്മൾ നേരെ വന്ന ബോക്സുകളുടെ സെക്ഷനിലേക്കാട്ടോ. ബോക്സൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തമ്പുരുവിനിപ്പോൾ ഇത് മൂന്നാമത്തെ ബോക്സാണ്. അവൾ അംഗനവാടി പോയി തുടങ്ങിയ സമയത്ത് നമ്മൾ മേടിച്ചു കൊടുത്ത ബോക്സ് തമ്പുരു അടിച്ച് പൊട്ടിച്ച് കളഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറൊരെണ്ണം മേടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. തമ്പുരു ഇങ്ങനെ ബോക്സൊക്കെ നോക്കി 2 കള്ളിലൊരു ബോക്സ് എടുത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നീട് ഇനി എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. ബാക്കി മേടിക്കാനുള്ള സാധനങ്ങൾ ലിസ്റ്റൊക്കെ ചേച്ചി ഫോണിൻ്റെ അകത്ത് നോക്കി. തമ്പുരു ഇങ്ങനെ സാധനങ്ങളുടെ വീണ്ടും വൻ നിരയിലേക്ക് നോക്കി നിൽക്കുന്നു. അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ചേച്ചി ദേ ബില്ലടിക്കാനുള്ള സ്ഥലത്തേക്ക് നീങ്ങി നിന്നു. തമ്പുരു എങ്കിലും കണ്ട സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും മാറി നോക്കുകയാണ്. ഇഷ്ടപ്പെട്ട കളറുള്ള പെൻസിലുകൾ, സ്കെച്ച് പെന്നുകൾ, അവൾക്ക് ഇഷ്ടപ്പെട്ട കുപ്പി, അവളുടെ സാധനങ്ങളും അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളും പയ്യെ പോയി കമ്പാരിസണൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അവിടെ കണ്ടിട്ട് വന്നിട്ട് നമ്മുടെ ബാസ്ക്കറ്റുമായിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ നിന്ന് ആൾക്കാർക്ക് ബില്ലടിച്ചു കൊടുക്കാനുള്ള തിരക്കിലാണ് അവിടെ ഇരിക്കുന്നത് ചേട്ടൻ. ചേട്ടൻ്റെ കയ്യിൽ പൈസയൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചേച്ചി സാധനം കൊടുക്കാനായിട്ട് കേട്ടോ. ഇന്ന രസമുള്ള കടയാണെന്നറിയോ, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റൊക്കെ വരുവുള്ളൂ. അവരങ്ങ് പോയ സമയത്ത് ചേച്ചി വേഗം സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. പിന്നെ തമ്പുരു വേഗം പോയി നോക്കി നിന്നു ഇതെന്താ കാണിക്കുന്നതെന്ന് അറിയാനായിട്ട്. ആൾക്ക് ഇച്ചിരി ക്യൂരിയോസിറ്റി കൂടുതലാട്ടോ. ഈ സമയത്ത് നമ്മൾ കട ചുറ്റൊന്ന് വീണ്ടും ഒന്ന് പയ്യെ കണ്ണോടിച്ചു. വാവയ്ക്ക് കൊണ്ടുവന്ന ടവലും ചുറ്റുപാത്രങ്ങളും കുപ്പിയും ബോക്സും എല്ലാം ചേട്ടൻ നല്ല കെയർഫുള്ളായിട്ട് തന്നെ അടുക്കി പെറുക്കി നമുക്ക് കവർ ഇട്ട് തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ കടയിൽ നിന്ന് ഇറങ്ങി പോച്ച വലിയ സാഹചര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കട അത്ര അട്രാക്റ്റീവാണ്. പിള്ളേരെ കൊണ്ട് കയറി കഴിഞ്ഞാൽ അവരെ ഒന്ന് പിടിച്ചു നിർത്താൻ വലിയ പാടായിരിക്കും കേട്ടോ. നമ്മൾ അവിടുന്ന് പതിയെ ഇറങ്ങി. മഴയൊക്കെ പയ്യെ തോർന്ന സമയം നോക്കി ഞങ്ങൾ ഇറങ്ങി. ചേച്ചിയുടെ കോളേജ് ആട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നമ്മൾ നേരെ വന്നത് ബേക്കറിയിലേക്കാണ്, നമ്മുടെ നാട്ടിലുള്ള ബേക്കറിയിൽ. ഇവിടെ വന്നതും ഭയങ്കര മഴയായിപ്പോയി, പുറത്ത് നല്ല മഴ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചൂട് ചായ കുടിച്ചേക്കുന്നത് ഞങ്ങൾ 3 പേര് ബേക്കറിയിലോട്ട് കയറി. തമ്പുരു ഒരു കുഞ്ഞ് പപ്സും മേടിച്ചു കൊടുത്തു. ആൾ ആ പപ്സൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പുറകെ നിന്ന് ആൾക്കാരൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളിങ്ങനെ കലവില എന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കടയിലൂടെ നമ്മൾ കണ്ണെന്ന് ഓടിച്ചു കേട്ടോ. പാരീസ് എന്ന പേരുള്ള ഒരു കടയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയിൽ അലങ്കരിച്ചിട്ടുള്ള കടയിൽ ചൂട് ചായ കുടിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ചായക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ ഓർക്ക് ഈ 3-4 ഗ്ലാസ് എന്തിനാണ്, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ തമ്പുരുവിന് ഒട്ടും ചൂട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഒരു ചായ മേടിച്ച് കഴിഞ്ഞാൽ 2 ഗ്ലാസ് എക്സ്ട്രാ മേടിക്കണം, അത് ആറ്റി കൊടുക്കണമെങ്കിലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ആറ്റി കൊടുത്ത ചായയൊക്കെ കാളൊന്ന് കറക്കി നോക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പപ്സിൻ്റെ അകത്ത് ആ എരിവുള്ള പോർഷൻ ചേച്ചിക്ക് കൊടുക്കും കേട്ടോ. ചേച്ചി കഴിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പപ്സിൻ്റെ മുകളിലെ പോർഷനും മുട്ട ആൾ കഴിക്കും. നമ്മൾ അതും കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോരുകയാണ്. ഫിലോമിനാസ് സ്കൂളൊക്കെ നമുക്ക് കാണാൻ കേട്ട് പോരുന്ന വഴിക്ക് മഴയൊന്നും കുറഞ്ഞ സമയത്താണ് നമ്മൾ വേഗം കയറി പോകുന്നത്. ഇപ്പം മഴ പയ്യെ ചാറുന്നുണ്ട് കേട്ടോ, ബ്ലറായിട്ട് നിൽക്കുന്നത്. നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോരുകയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറേ പരിപാടിയുണ്ട്. വീട്ടിൽ വന്ന് കയറിയതും തമ്പുരു വേഗം പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. അപ്പോൾ പണി കഴിഞ്ഞത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പയും അമ്മയും കൂടി ചക്കയുടെ പരിപാടിയിൽ ഏർപ്പെട്ടു. വീട്ടിൽ മിക്കപ്പോഴും വൈകുന്നേരം എന്തെങ്കിലും പുഴുക്കാണ്. കപ്പപ്പുഴുക്കോ ചക്കപ്പുഴുക്കോ അല്ലെങ്കിൽ കാച്ചിലോ ചേമ്പോ അങ്ങനെ എന്തെങ്കിലും കാണും. ഇന്നെന്തേ ചക്ക കേട്ടോ. മഴയായി കഴിഞ്ഞാൽ കപ്പയും ചക്കയാണ്. ഉണക്കക്കപ്പ കാണും അല്ലെങ്കിൽ ചക്ക കാണും. ഇന്നിപ്പോൾ ചക്കയുടെ പരിപാടിയാണ്. അപ്പയുടെ കൂടെ ഇരുന്ന് അമ്മയും അപ്പയും കൂടി ചെയ്യുന്നത് കണ്ട് തമ്പുരു ഹാപ്പി ആയിട്ട് അപ്പയുടെ കൂടെ കൂടിയിട്ടുണ്ട് എല്ലാ കാര്യം ചെയ്യാനായിട്ട്. പിന്നെ അമ്മ നമ്മളെ വിളിച്ചു സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചാൽ എടാ ചക്ക പുഴുങ്ങാൻ പോകാം കേട്ടോ, നീ വേണമെങ്കിൽ ഇത് വന്നെടുത്തോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വേഗം ക്യാമറ ആയിട്ട് ഓടിച്ചെന്നത് അമ്മ മിക്സിയിൽ അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചത് അമ്മ ചക്കയൊക്കെ അരച്ചത് അടുപ്പേ കയറ്റി കേട്ടോ. നിങ്ങളെ ഒരു സാധനം കാണിച്ചു തരാം. അമ്മ ചക്ക ഇളക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന സാധനം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അമ്മ അതൊക്കെ മൂടി വെച്ച് കേട്ടോ. അത് കഴിഞ്ഞ് തിളയ്ക്കും ചക്ക ഇളക്കി തുടങ്ങിയപ്പോൾ അമ്മ വിളിച്ച് നമ്മൾ ഓടി വന്ന് അതിന് തൊട്ടപ്പുറത്ത് കഞ്ഞിക്കല ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. കഞ്ഞി വാർക്കുന്ന പാത്രം കേട്ടോ. ഇന്നലെ രാവിലെ മഴ കാരണം അമ്മ പാത്രം കഴുകാനപ്പോഴത്തേക്ക് അമ്മയുടെ ജസ്റ്റ് പാത്രം താഴെ പോയതാണ്. അതിൻ്റെ അടി പൊട്ടി. അപ്പോൾ അടി പൊട്ടി കഞ്ഞിവെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. അമ്മ അതിനൊരു റെമഡി കണ്ടുപിടിച്ചാണ് ആ ബേസത്തിനകത്തേക്ക് എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്മ ചക്കയൊക്കെ അരച്ച് കൂട്ടി കുഴച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് അമ്മയെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. രാവിലെ നമ്മൾ പോയ സമയം മുതൽ വീട്ടിലേക്ക് തിരിച്ച് വന്ന് വീട്ടിൽ കയറിയ സമയം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ദിവസം വീഡിയോ കാണാത്തപ്പോഴേ നമ്മളോട് 2-3 പേരൊക്കെ ചോദിച്ചു എന്ത് പറ്റി വീഡിയോ ഇല്ലാത്തതെന്ന്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് ആൾക്കാർ കാണുന്നുണ്ടെന്ന് ഓർത്തതിൽ. എന്തായാലും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക്